ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWD, അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്, ഇതിനെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ IC എഞ്ചിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഒരിക്കലും മിസ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് ഇന്നത്തെ ക്ലാസ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം സമയം കളയണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ IC എഞ്ചിനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ ഈ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, PWD, അതുപോലെ തന്നെ ലെക്ചർ ഇൻ പോളിടെക്നിക്, അസിസ്റ്റന്റ് പ്രൊഫസർ, അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ് ഇൻഫ്ലുവൻസ് ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോക്കിംഗ് ടെൻഡൻസി ഓഫ് IC എഞ്ചിൻസ്. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് SI എഞ്ചിൻസ് ആൻഡ് CI എഞ്ചിൻസ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക് ഫസ്റ്റ് പറയുന്നത് കംപ്രഷൻ റേഷ്യോ. കംപ്രഷൻ റേഷ്യോ ഇൻ SI എഞ്ചിൻ ഈസ് ലോ ആയിരിക്കും, CI എഞ്ചിൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. SI മീൻസ് സ്പാർക്ക് ഇഗ്നിഷൻ, CI മീൻസ് കമ്പഷൻ ഇഗ്നിഷൻ എഞ്ചിൻ. ഇൻലെറ്റ് ടെമ്പറേച്ചർ ലോ, അതില് ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ ഇൻലെറ്റ് പ്രഷർ എന്ന് പറയുന്നത് SI എഞ്ചിൻസിലെ ലോ ആയിരിക്കും, CI എഞ്ചിൻസിൽ ഹൈ ആയിരിക്കും. ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂൽ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അതില് ലോ ആയിരിക്കും. ടൈം ലാഗ് ഓഫ് ഫ്യൂൽ എന്ന് പറയുന്നത് ലോങ്ങും അതുപോലെ തന്നെ അതില് ഷോർട്ട് ആയിരിക്കും. സ്പീഡ് എന്ന് പറയുന്നത് SI എഞ്ചിൻസിൽ ഹൈ ആയിരിക്കും, CI എഞ്ചിൻസിൽ ലോ ആയിരിക്കും. സിലിണ്ടർ സൈസ് എന്ന് പറയുന്നത് SI എഞ്ചിൻസിൽ സ്മോൾ ആയിരിക്കും, CI എഞ്ചിൻസിൽ ലാർജ് ആയിരിക്കും. അതുപോലെ തന്നെ കമ്പഷൻ ചേംബർ വാൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് SI എഞ്ചിൻസിൽ ലോ ആയിരിക്കും, CI എഞ്ചിൻസിൽ ഹൈ ആയിരിക്കും. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മാർക്ക് ഇതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ നോക്കിംഗ് ടെൻഡൻസി എന്ന് പറയുന്നത്. നോക്കിംഗ് ടെൻഡൻസി, അപ്പൊ ഇതാണ് തിയറി, നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് എന്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിംഗ് ഇൻ എ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ഈസ് ഓപ്ഷൻ പ്രൊമോട്ടഡ് ബൈ എ ഷോർട്ട് ഫ്ലെയിം ട്രാവൽ ലെങ്ത്, സെക്കൻഡ് ഓപ്ഷൻ നോർമലി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കമ്പഷൻ പ്രോസസ്, തേർഡ് ഓപ്ഷൻ ഡിസൈറബിൾ ഫോർ ഇംപ്രൂവിംഗ് തെർമൽ എഫിഷ്യൻസി, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പ്രൊമോട്ടഡ് ബൈ റെഡ്യൂസ്ഡ് ടർബുലൻസ് ഓഫ് ദ ഫ്യൂവൽ എയർ മിക്സ്ചർ ഡ്യൂറിംഗ് കമ്പഷൻ. അപ്പോൾ നോക്കിംഗ് ഇൻ എ സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ഈസ് ആൻസർ എന്ന് പറയുന്നത് പ്രൊമോട്ടഡ് ബൈ റെഡ്യൂസ്ഡ് ടർബുലൻസ് ഓഫ് ദ ഫ്യൂവൽ എയർ മിക്സർ ഡ്യൂറിംഗ് കമ്പഷൻ. ഓപ്ഷൻ ഡി ആണ്. ഇത് ഗേറ്റ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ ദ സെയിം ഹീറ്റ് ഇൻപുട്ട് ആൻഡ് മാക്സിമം പ്രഷർ, അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ തെർമൽ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഡ്യുവൽ സൈക്കിൾ, തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഓട്ടോ സൈക്കിൾ, തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഡ്യുവൽ സൈക്കിൾ, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ thermal efficiency of cycles is increasing order is dual, diesel and auto. അപ്പോൾ for same heat input and maximum pressure, ആൻസർ എന്ന് പറയുന്നത് തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഡ്യുവൽ സൈക്കിൾ. അതാണ് കറക്റ്റ് ആൻസർ. തെർമൽ എഫിഷ്യൻസി ഓഫ് ഡീസൽ സൈക്കിൾ ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഡ്യുവൽ സൈക്കിൾ. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് പാർട്ട് ഈസ് നോട്ട് കോമൺ ബിറ്റ്വീൻ ദ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ. നോട്ട് കോമൺ, അപ്പോൾ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും കോമൺ അല്ലാത്ത പാർട്ട് ഏതെന്നാണ്? ഓപ്ഷൻസ് എയർ ക്ലീനർ, എക്സോസ്റ്റ് സൈലൻസർ, ബാറ്ററി ആൻഡ് ഫ്യൂൽ ഇഞ്ചക്ടർ. അപ്പോൾ വിച്ച് പാർട്ട് ഈസ് നോട്ട് കോമൺ ബിറ്റ്വീൻ ദ പെട്രോൾ ആൻഡ് ഡീസൽ എഞ്ചിൻ? ദ ആൻസർ ഈസ് fuel injector. The answer is fuel injector. Fourth question പറയുന്നത് the actual volume of fresh mixture admitted in a 4-stroke petrol engine is option more than the stroke volume, second option equal to the stroke volume, third option equal to the stroke volume plus clearance volume, and fourth option less than stroke volume. അപ്പോൾ the actual volume of fresh mixture admitted in a 4-stroke petrol engine is, the answer is less than stroke volume. The answer is less than stroke volume. അപ്പോൾ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ പറയുന്നത് റെഡ്യൂസ്ഡ് നോക്കിംഗ് ടെൻഡൻസി ഇൻ SI എഞ്ചിൻ ഈസ് ഒബ്സർവ് വിത്ത് ഓപ്ഷൻ ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബേണിംഗ്, റിച്ച് എയർ ഫ്യൂൽ മിക്സർ, ഇൻക്രീസ്ഡ് ചാർജ് ഡെൻസിറ്റി, റെഡ്യൂസ്ഡ് ചാർജ് ടെമ്പറേച്ചർ. അപ്പോൾ റെഡ്യൂസ്ഡ് നോക്കിംഗ് ടെൻഡൻസി ഇൻ SI എഞ്ചിൻ ഈസ് ഒബ്സർവ് വിത്ത് ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബേണിംഗ്, ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ബേണിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ എ SI എഞ്ചിൻ വെൻ മോസ്റ്റ് എക്കണോമിക്കൽ മിക്സ്ചർ ഈസ് സപ്ലൈഡ് ദ കളർ ഓഫ് എക്സോസ്റ്റ് ക്യാൻ ബി എക്സ്പെക്ടഡ് ടു ബി. അപ്പോൾ SI എഞ്ചിനിൽ മോസ്റ്റ് എക്കണോമിക്കൽ മിക്സ്ചർ ഈസ് സപ്ലൈഡ് ദ കളർ ഓഫ് എക്സോസ്റ്റ് ക്യാൻ ബി എക്സ്പെക്ടഡ് ടു ബി. ആൻസർ എന്ന് പറയുന്നത് ഡാർക്ക് ബ്ലൂ ടു യെല്ലോയിഷ്.
അപ്പൊ നമ്മുടെ 7th ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കിംഗ് ടെൻഡൻസി ഓഫ് SI എഞ്ചിൻ ഇൻക്രീസസ്. ഓപ്ഷൻ ആസ് ദ ലെങ്ത് ഓഫ് ദ കാർബൺ ചെയിൻ ഇൻ ഫ്യൂൽ സ്ട്രക്ചർ ഇൻക്രീസസ്. സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ആസ് ദ കാർബൺ ആറ്റംസ് ഇൻ ദ ഫ്യൂൽ സ്ട്രക്ചർ ആർ സെൻട്രലൈസ്ഡ്. തേർഡ് ഓപ്ഷൻ വെൻ മീഥൈൽ ഗ്രൂപ്പ് ഈസ് ആഡഡ് ടു ദ സൈഡ് ഓഫ് കാർബൺ ചെയിൻ ഇൻ ദ സെന്റർ. ആൻഡ് ഫോർത്ത് ഓപ്ഷൻ എനി ഓഫ് ദ എബവ്. അപ്പോൾ നോക്കിംഗ് ടെൻഡൻസി ഓഫ് SI എഞ്ചിൻ ഇൻക്രീസസ്. ആൻസർ ഈസ് എനി ഓഫ് ദ എബവ്. ഇതിലേത് വേണമെങ്കിലും ആവാം. ആൻസർ എന്ന് പറയുന്നത് എനി ഓഫ് ദ എബവ്. അപ്പോൾ നമ്മുടെ 8th ക്വസ്റ്റ്യൻ പറയുന്നത് ഇൻ വിച്ച് എഞ്ചിൻ ദ ചാർജ് കൺസിസ്റ്റ് ഓഫ് എയർ പ്ലസ് ഫ്യൂൽ പ്ലസ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ഓപ്ഷൻ 4-stroke പെട്രോൾ എഞ്ചിൻ, സെക്കൻഡ് ഓപ്ഷൻ 2-stroke പെട്രോൾ എഞ്ചിൻ, and third option 2-stroke diesel engine and supercharged diesel engine. But in which engine the charge consists of air plus fuel plus lubricating oil? The answer is 2-stroke petrol engine. Answer is 2-stroke petrol engine. Next question പറയുന്നത് for minimizing knocking tendency in SI engines the spark plug should be located. Option near the inlet valve, away from inlet valve, near the exhaust valve, and fourth option midway between inlet and exhaust valve. So the answer is near the exhaust valve. Near the exhaust valve. അപ്പോൾ നമ്മുടെ 10th ക്വസ്റ്റ്യൻ പറയുന്നത് all of the following factors will have the tendency to increase the possibility of knock in the CI engine except first option lowering the compression ratio, second option lowering the internal air temperature, third option lowering the coolant temperature, and fourth option increasing the temperature of the cylinder and combustion chamber walls. അപ്പോൾ all of the factors will have the tendency to increase the possibility of knock in the CI engine except the answer is increasing the temperature of the cylinder and combustion chamber walls. Increasing the temperature of the cylinder and combustion chamber walls. Option D ആയിരിക്കും. 11th ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ ഡീസൽ എഞ്ചിൻസ് ദ കംപ്രഷൻ റേഷ്യോ ഈസ് ഇൻ ദ റേഞ്ച്. ഓപ്ഷൻ 5-7, 8-11, 11-14, 60-22. So for diesel engine the compression ratio is in the range of 16-22. Next question പറയുന്നത് petrol generally used in cars has the octane number of the order. Option A 100-200, 80-90, 50-60, and 35-50. Well, petrol generally used in cars has the octane number is of the order 80-90. 80-90 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ആസ് കമ്പയർഡ് ടു പെട്രോൾ എഞ്ചിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂഷ്വലി ലോവർ ഇൻ കേസ് ഓഫ് ഡീസൽ എഞ്ചിൻസ്. ഓപ്ഷൻ exhaust gas temperature, weight per horsepower per unit displacement, all of the above. As compared to petrol engine, which of the following is usually lower in case of diesel engine? The answer is exhaust gas temperature. Lower in the case of diesel engine എന്ന് പറയുന്നത് exhaust gas temperature. അപ്പോൾ നമ്മുടെ 14th ക്വസ്റ്റ്യൻ പറയുന്നത് ഫോർ ദ സെയിം ഔട്ട്പുട്ട് ആൻഡ് സെയിം കംപ്രഷൻ റേഷ്യോ 4-stroke SI engine as compared to 2-stroke engine will have option higher fuel combustion, second option higher fuel temperature, lower thermal efficiency, and higher thermal efficiency. Answer is higher thermal efficiency. Answer എന്ന് പറയുന്നത് higher thermal efficiency ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഫസ്റ്റ് പറഞ്ഞ ആ ടേബിൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതിൽ നിന്ന് ഷുവറായിട്ട് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു MCQ വരുന്നവരേക്കും